ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില റൂൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ നോഷണൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റൂൾസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ അതെങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് നമുക്ക് ഡിവിഷൻ ചെയ്യാൻ സാധിക്കുന്നത്. നേരത്തെ തിയറി പഠിച്ചപ്പോൾ 1/3, 2/3 തന്നെ എന്താണ് വർക്ക് സർട്ടിഫൈഡ് ആൻഡ് ക്യാഷ് റിസീവ്ഡ് ആൻഡ് വർക്ക് സർട്ടിഫൈഡിലേക്ക് റെഡ്യൂസ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടാവും, അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സിലെ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞു, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്ക് ഏറെക്കുറെ എടുത്തു കഴിഞ്ഞു. ഇനി 1-2 ചെറിയ പോയിൻറ്റ്സ് കൂടി അതിൽ എടുക്കാനുള്ളൂ. ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു 5 കണ്ടീഷൻ പറഞ്ഞു. ഒന്ന്, കോൺട്രാക്റ്റ് പ്രൈസിൻ്റെ 1/4 കുറവ് കംപ്ലീറ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റ്. രണ്ടാമത്തെ 1/4 ഹാഫിലും ഇടയിലുള്ള കോൺട്രാക്റ്റ്, ഫിനിഷ്ഡുള്ള കോൺട്രാക്റ്റ്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഹാഫിനേക്കാൾ കൂടുതൽ. നാലാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് കംപ്ലീഷൻ സ്റ്റേജിനോട് അടുത്തിട്ടുള്ള കോൺട്രാക്റ്റ്. 5, ലോസ് വന്നാൽ എന്ത് ചെയ്യും. അപ്പോൾ ഈ 5 കേസുകളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പല കേസുകൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്, ഇല്ലസ്ട്രേഷൻ നമ്പർ 5, പേജ് നമ്പർ 244 ആണ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് അബ്സ്ട്രാക്റ്റഡ് ഫ്രം ദ ബുക്സ് ഓഫ് എ കസ്റ്റമർ ഓർ കോൺട്രാക്ടർ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ടു ബി ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്. ഒരു കോൺട്രാക്ടറുടെ ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഇക്വേഷൻ, ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡീറ്റെയിൽസ് ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള എത്ര രൂപയാണ് P&L അക്കൗണ്ടിൽ പ്രോഫിറ്റായിട്ട് ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കോൺട്രാക്റ്റ് പ്രൈസ് ₹50 lakhs. കോൺട്രാക്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം കോൺട്രാക്റ്റി ബീയിങ് 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ് ഈസ് ഈക്വൽ ടു 24 lakh. അപ്പോൾ 80% കോൺട്രാക്റ്റിയുടെ ക്യാഷ് റിസീവ്ഡ് എന്ന് പറയുന്നത് വർക്ക് സർട്ടിഫൈഡിൻ്റെ 80%, അത് 24 ലക്ഷമാണ്. വർക്ക് അൺസർട്ടിഫൈഡ് 3 lakhs ആണ്. നോഷണൽ പ്രോഫിറ്റ് ഫോർ ദ ഇയർ 3 lakh ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom April-May 2015 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് കാണുന്നൊരു പ്രൊസീജിയറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ആ സെക്കൻഡ് സെൻറ്റൻസ് കുട്ടികൾ നോക്കുക. ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ഐറ്റം എന്താണ്? ക്യാഷ് റിസീവ്ഡ് ഫ്രം കോൺട്രാക്റ്റി. ക്യാഷ് കിട്ടിയത് എത്രയാണ്? ബീയിങ് 80% ഓഫ് ദ വർക്ക് സർട്ടിഫൈഡ് ആണ്, അല്ലേ? 80%. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് നമുക്ക് അറിയണം. വർക്ക് സർട്ടിഫൈഡ് അറിഞ്ഞാലാണ് ഇതിൻ്റെ എത്ര പോർഷനാണ് മാറ്റേണ്ടത് എന്ന് നമുക്കറിയാൻ സാധിക്കുള്ളൂ, അല്ലേ? അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് 50 lakh ആണ്. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% ആണ് 24 lakhs. Therefore, വർക്ക് സർട്ടിഫൈഡ് ഈസ് ഈക്വൽ ടു 24 lakhs into 100/80. മനസ്സിലായല്ലോ? അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ക്വസ്റ്റ്യന് നമുക്ക് ബോർഡിൽ വേണമെങ്കിൽ വർക്ക് ചെയ്യാം. ഇതൊരു ഓർഡിനറി ക്വസ്റ്റ്യൻ മാത്രമാണ്. അതായത് നമുക്കെങ്ങനെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ആണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക നോഷണൽ പ്രോഫിറ്റിൽ നിന്ന്. അപ്പോൾ ആദ്യത്തെ ചെക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ചെക്ക് എന്ന് പറയുന്നത് വർക്ക് സർട്ടിഫൈഡ് ആണ്. വർക്ക് സർട്ടിഫൈഡിൻ്റെ കാൽഭാഗോ അല്ലെങ്കിൽ 1/4 ആണോ, 1/4 ബിലോ ആണോ, 1/4 to ഹാഫിനുള്ളിലാണോ, എബവ് ഹാഫ് ആണോ, ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആണോ എന്നൊക്കെയാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് വർക്ക് സർട്ടിഫൈഡ് അല്ല തന്നിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ളത് ക്യാഷ് റിസീവ്ഡ് തന്നിട്ടുണ്ട്. ക്യാഷ് റിസീവ്ഡ് എന്ന് പറയുന്നത്
എത്രയാണ്? റുപ്പീസ് 24 lakhs ആണ്. ഇത് 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ് ആണ്. അതായത് ഇതിൻ്റെ 80% 24 lakhs. ഒരു സംഖ്യയുടെ 80% 24 ലക്ഷം എന്നുണ്ടെങ്കിൽ ആ സംഖ്യ കാണാൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? therefore work in progress is equal to 24 lakhs. അതിന് ഗ്രോസപ്പ് ചെയ്യുക, തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു 100/80. ഒരു സംഖ്യയുടെ 80% എന്ന് പറഞ്ഞാൽ 80/100. 80% 24 ലക്ഷമെങ്കിൽ ആ സംഖ്യ കണ്ടെത്താൻ എന്ത് ചെയ്യണം? 24 ലക്ഷം 24 lakhs ഇൻറ്റു എന്താണ്? ഗ്രോസപ്പ് ചെയ്യുക, തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 24 ലക്ഷത്തിന് 24 ഇൻറ്റു 100/80 എന്ന് പറയുമ്പോൾ 30 lakhs. 30 ലക്ഷമാണെന്ത്? വർക്ക് സർട്ടിഫൈഡ് അല്ലേ? ടോട്ടൽ വാല്യൂ എത്രയാണ്? കോൺട്രാക്റ്റ് പ്രൈസ് എത്രയാ? കോൺട്രാക്റ്റ് പ്രൈസ് 50 lakh ആണ്. 50 ലക്ഷമാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, 50 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 50 ലക്ഷത്തിൻ്റെ പകുതി എത്രയാ? ഹാഫ് എത്രയാ? 25 lakhs ആണ്. ഹാഫിനേക്കാൾ മുകളിലാണ് അല്ലേ? ഹാഫിനേക്കാൾ മുകളിലാണെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നോഷണൽ പ്രോഫിറ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഹാഫിനേക്കാൾ മുകളിലാണെങ്കിൽ എന്താണ് കണ്ടീഷൻ? നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു എത്രയാണ്? 2/3, 2/3 ഇൻറ്റു. ഇനി ഏത് റേഷ്യോയിലേക്കാണ് നമ്മൾ മാറ്റേണ്ടത്? ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ എന്താണ്? വർക്ക് സർട്ടിഫൈഡ്. അത് 80%, 80/100 ഇങ്ങനെ ഇട്ടാലും മതി. മനസ്സിലായല്ലോ? 80/100 എന്നിട്ടാലും മതി. നമുക്ക് സാധാരണ പോലെ ചെയ്യാം. ഇനി നോഷണൽ പ്രോഫിറ്റ് എത്രയാ? നോഷണൽ പ്രോഫിറ്റ് ഫോർ ദി ഇയർ 3 lakh ആണ്. ഇത് 3 ലക്ഷം ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് അല്ലേ? നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 30 ലക്ഷം അല്ലെങ്കിൽ എന്താണ് 24 ലക്ഷം ഡിവൈഡ് ബൈ 30 lakhs എന്ന് എഴുതാം. അത് തന്നെയാണ് 80/100 എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതിയാലും മതി. ഈസ് ഈക്വൽ ടു റുപ്പീസ് 1,60,000. 1,60,000 രൂപയാണ് നമ്മൾ എന്തിലേക്ക് മാറ്റേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്. 3 ലക്ഷമാണ് നോഷണൽ പ്രോഫിറ്റ്. അപ്പോൾ ട്രാൻസ്ഫർ ടു P&L അക്കൗണ്ട് എന്ന് പറയുന്നത് 1,60,000. ഇതെന്താണ്? വേറൊരു ഭാഗം ഉണ്ടല്ലോ. അതെന്താണ്? ട്രാൻസ്ഫർ ടു റിസർവ്. നമ്മളോട് ഇതിൽ ചോദിച്ചിട്ടില്ല കേട്ടോ, ഞാൻ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ട്രാൻസ്ഫർ ടു റിസർവ് അല്ലെങ്കിൽ അതിനെന്തായിട്ട് പറയാം? വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്. എത്രയാണ്? 1,40,000. എങ്ങനെ കിട്ടിയത്? 3 ലക്ഷമാണ് നോഷണൽ പ്രോഫിറ്റ്. അതിൽ നിന്ന് 1,60,000 എവിടേക്ക് മാറ്റുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. ബാക്കി 1,40,000 എവിടേക്ക് മാറ്റണം? റിസർവിലേക്ക് മാറ്റും കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 244, ഇല്ലസ്ട്രേഷൻ 6. ക്വസ്റ്റ്യൻ വായിക്കാം. എക്സ് സ്റ്റാർട്ടഡ് എ കോൺട്രാക്ട് on 1st January 2019, the price being rupees 6 lakh. Following particulars related to the contract during the year 2019. Materials 50,000, wages 60,000, other expenses 10,000, materials returned to stores 5,000, plant at cost 60,000, plant at site at the close 54,000, cash received from the contractee 1 lakh, work certified 1,25,000, work uncertified 60,000. Prepare contract account
ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്. നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യനിലും ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ടും വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 അക്കൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ കോൺട്രാക്ട് പ്രൈസ് 6 lakh ആണ്. ദെൻ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ 6 ലക്ഷം രൂപയാണ് കോൺട്രാക്ട് പ്രൈസ്. പക്ഷേ വർക്ക് സർട്ടിഫൈഡ് 1,25,000 ഉള്ളൂ. 6 ലക്ഷം രൂപയാണ് വർക്കിൻ്റെ ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത്. 6 ലക്ഷത്തിൻ്റെ 25% എന്ന് പറഞ്ഞാൽ തന്നെ എന്തിനേക്കാൾ കൂടുതലാണ്? 1.25 കൂടുതലാണ്. അപ്പോൾ ലെസ് ദാൻ 25% അല്ലെങ്കിൽ ലെസ് ദാൻ 1/4 എന്നുള്ള കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. പറഞ്ഞത് മാത്രം, അത് നോഷണൽ പ്രോഫിറ്റ് മാറ്റുമ്പോഴാണ് അത് വേണ്ടോ കേട്ടോ. നമുക്കതിലേക്ക് പോകാം. വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കോൺട്രാക്റ്റ് അക്കൗണ്ട് ചെയ്യാം. എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് മാത്രമല്ല, അത് ഇൻകംപ്ലീറ്റ് ആണ്. ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ടാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് കോൺട്രാക്റ്റ് അക്കൗണ്ടിലെ ഇൻകംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ടു മെറ്റീരിയൽസ് $50,000, wages $60,000, other expenses $10,000, മെറ്റീരിയൽസ് റിട്ടേൺ ടു സ്റ്റോർ നമുക്കത് ആവശ്യമുണ്ട്. മെറ്റീരിയൽസ് റിട്ടേൺഡ് ബൈ സൈഡിൽ എഴുതാനുള്ളതാണ്, അവിടെ വയ്ക്കാം. പ്ലാന്റ് അറ്റ് കോസ്റ്റ്, അപ്പോൾ പ്ലാന്റ് അറ്റ് കോസ്റ്റ് 60,000, 60,000. ഇനി പ്ലാന്റ് അറ്റ് സൈറ്റ് ഉണ്ട്, നമുക്ക് ആവശ്യമാണ്, ബൈ സൈഡിൽ എഴുതണം. ഇനി ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഒരു ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ടിന് ബൈ സൈഡിൽ ആദ്യം എഴുതേണ്ടത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഇൻകംപ്ലീറ്റിന് കേട്ടോ, ആദ്യം എഴുതുന്ന അങ്ങനെ നിർബന്ധമായിട്ടല്ല, പക്ഷെ അത് ആദ്യം എഴുതുക. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ബൈ വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്കാണ്. അപ്പോൾ നേരത്തെ തിയറി എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, വർക്ക് ഇൻ പ്രോഗ്രസ് കൺസിസ്റ്റ് ഓഫ് 2 items, ദാറ്റ് ഈസ് വർക്ക് സർട്ടിഫൈഡ് ആൻഡ് വർക്ക് അൺസർട്ടിഫൈഡ്. അപ്പോൾ അതിൽ ആദ്യം വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡ് ഇവിടെ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, അപ്പോൾ എളുപ്പമുണ്ട്. 1,25,000. ദെൻ വർക്ക് അൺസർട്ടിഫൈഡ്. വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയുന്നത് 60,000 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 1,85,000, 1,85,000. ദെൻ പ്ലാന്റ് അറ്റ് സൈറ്റ്. ഇനി ബാക്കിയുള്ള സാധാരണ പോലെ തന്നെ നമ്മുടെ കൈവശമുള്ള ഐറ്റം എഴുതുക. പ്ലാന്റ് അറ്റ് സൈറ്റ്, അതായത് പ്ലാന്റ് അറ്റ് സൈറ്റ് അറ്റ് ദി എൻഡ്, അറ്റ് ദി ക്ലോസ് അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് എന്തിനാണ്? 54,000. ഇനി എന്താണ്? മെറ്റീരിയൽസ് റിട്ടേൺഡ്. ഈ 2 items നേരത്തെ നമ്മൾ പിന്നീട് എഴുതാം എന്ന് പറഞ്ഞ് മാറ്റിയതാണ്. മെറ്റീരിയൽസ് റിട്ടേൺഡ് എന്ന് പറയുന്നത് 5,000. ഇത്രയാണ് നമുക്കുള്ളത്. ഇത് നമ്മൾ എന്ത് ചെയ്യാം?
രണ്ട് സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക. നമ്മൾ എവിടെയാണ് കൂടുതൽ അവിടെ ആഡ് ചെയ്യുക. 185 5 190 അവിടെയാണ് കൂടുതൽ വരാൻ തോന്നുന്നു. 2,44,000 2,44,000 അതൊന്ന് ഇവിടെ എഴുതി. 2,44,000 എഴുതി. ബാലൻസ് വരുന്നത് 64,000. ഇതാണ് നോഷണൽ പ്രോഫിറ്റ്. ഇത് പക്ഷേ നോഷണൽ പ്രോഫിറ്റ് എന്നോ പി ആൻഡ് എൽ അക്കൗണ്ട് എന്നോ എഴുതാതെ നേരിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ടു വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ എന്താണ്? റിസർവ്. കാരണം ഇതിൻ്റെ കോൺട്രാക്റ്റ് പ്രൈസിൻ്റെ 1/4 പോലും വർക്ക് സർട്ടിഫൈഡ് ആയിട്ടില്ല. അതുകൊണ്ടാണ് മുഴുവൻ എമൗണ്ടും എവിടേക്ക് മാറ്റിയത്? ഒന്നും തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കില്ല. മുഴുവൻ തന്നെ എവിടേക്ക് മാറ്റി? വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്തത്, അല്ലേ? ഇനി താഴെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്. ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാലോ, ബൈ സൈഡിലാണ് വരിക. ബൈ കോൺട്രാക്റ്റ് അക്കൗണ്ട് റിസർവ് ആണ്, ബ്രാക്കറ്റിൽ എഴുതാം. 64,000 ആണ്, 64,000. ഇനി നമുക്ക് അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വർക്ക് സർട്ടിഫൈഡ്. ഇവിടെ ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. ടു കോൺട്രാക്റ്റ് അക്കൗണ്ട് വർക്ക് സർട്ടിഫൈഡ്, then വർക്ക് അൺസർട്ടിഫൈഡ്. 1,25,000 വർക്ക് സർട്ടിഫൈഡും 60,000 വർക്ക് അൺസർട്ടിഫൈഡും കൂടി ചേർത്ത് 1,85,000 ആണ് ആകെ വർക്ക് ഇൻ പ്രോഗ്രസ് വന്നിട്ടുള്ളത്. ദെൻ ഇനി ബാലൻസ് ചെയ്യുക. രണ്ട് സൈഡും ഈക്വലായിട്ട് വരയ്ക്കുക. 1,85,000 1,85,000. ബാലൻസ് വരുന്നത് 1,21,000. അത് റിസർവ് അല്ലെങ്കിൽ എന്താണ്, വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്. അതിനെന്ത് ചെയ്യുക? ബാലൻസ് ബ്രോട്ട് ഡൗൺ. വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് 1,21,000 വർക്ക് ഇൻ പ്രോഗ്രസ് ബാലൻസ് കേട്ടോ. ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് പ്രൈസിൻ്റെ 1/4 താഴെയാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഫുൾ എമൗണ്ട് നമ്മൾ റിസർവിലേക്ക് മാറ്റുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. 1/4 താഴെ എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 245, ഇല്ലസ്ട്രേഷൻ 7. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് റിലേറ്റഡ് ടു കോൺട്രാക്ട് നമ്പർ 101. കോൺട്രാക്ട് നമ്പർ 101 എന്ന് പറയുന്നൊരു നമ്പർ മാത്രമാണ്, നമ്മളെ സംബന്ധിച്ച് വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതല്ല. അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോൺട്രാക്റ്റ് അക്കൗണ്ട് നമ്പർ 101. അത് പല അക്കൗണ്ടുകൾ, ഒരു കോൺട്രാക്ടർ വലിയ കോൺട്രാക്ടർ ആകുമ്പോൾ പല വർക്കുകൾ ഉണ്ടാവും. ഓരോന്നിനും ഇൻഡിവിജ്വൽ കോൺട്രാക്റ്റ് അക്കൗണ്ട് വരയ്ക്കണം. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പേര് കൊടുക്കുന്നത്. മെറ്റീരിയൽസ് 45,000, വേജസ് 55,000, അതർ എക്സ്പെൻസസ് 20,000, മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോർ 5,000, മെറ്റീരിയൽ സെറ്റ് സൈറ്റ് അറ്റ് ദി എൻഡ് 10,000, planned at cost 50,000, planned at the end 45,000, work certified 1,25,000, work uncertified 60,000, cash received from contractee 1 lakh, contract price 4 lakh. Prepare contract account, contractee's account and work in progress account. Also show relevant items in the balance sheet of the contractor. അപ്പോൾ നമ്മൾ
ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് കൂടി കാണിക്കണം. അതായത് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ബാലൻസ് ഷീറ്റ് വരച്ച് വയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഒരു ഹാഫ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് വരച്ച് അതിൽ എന്തൊക്കെയാണ് അൺസർട്ടിഫൈഡ് എങ്ങനെ വരുന്നു, വർക്ക് ഇൻ പ്രോഗ്രസ് എങ്ങനെ വരുന്നു, അപ്പിയർ ചെയ്യണു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൂടി വരച്ച് വെച്ചാൽ കൃത്യമായിട്ടുള്ളൊരു രൂപം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെയും കോൺട്രാക്റ്റ് അക്കൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ട്. നമ്പർ 101 അതിൽ വലിയ കാര്യമില്ല, എങ്കിലും കോൺട്രാക്ടറെ സംബന്ധിച്ച് ആ കോൺട്രാക്റ്റ് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉള്ള നമ്പറാണ് 101. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ കോൺട്രാക്റ്റ് പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ തൽക്കാലം ഇവിടെ എഴുതുന്നുണ്ട്. കോൺട്രാക്റ്റ് പ്രൈസ് 4 lakh ആണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് 1,25,000 ആണ്. അപ്പോൾ എബവ് 1/4 ആണ്, പക്ഷേ ബിലോ ഹാഫ് ആണ്. ബിലോ ഹാഫ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഇൻറ്റു എന്താണ്, ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എന്നുള്ള റേഷ്യോ ആണ് എവിടേക്ക് മാറ്റേണ്ടത്? പ്രോഫിറ്റിലേക്ക് മാറ്റേണ്ടത്. ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാണ് നമ്മൾ അവസാനം ചെയ്യേണ്ടത്. അപ്പോൾ അത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ ഇവിടുത്തെ സ്റ്റേജ് ഇതാണ്. ഇതിൻ്റെ കംപ്ലീഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് എബോവ് 1/4 ആൻഡ് ബിലോ ഹാഫ് ആണ് ഇതിൻ്റെ സ്റ്റേജ്. ഇനി സാധാരണ പോലെ എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് ചെയ്യാം. ആദ്യം to materials 45,000, wages 55,000, other expenses 20,000, പ്ലാന്റ് അറ്റ് കോസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത് 50,000. താഴെ പ്ലാന്റ് അറ്റ് എൻഡ് ഉണ്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽ റിട്ടേൺഡ് ഉണ്ട്, മെറ്റീരിയൽ അറ്റ് സൈറ്റ് ഉണ്ട്. അതൊക്കെ ബൈ സൈഡിൽ എഴുതേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് തൽക്കാലം വിട്ടുകളയാം. ഇത്ര ആയിക്കഴിഞ്ഞാൽ പിന്നെ ബൈ സൈഡിൽ എഴുതേണ്ട ഐറ്റം ഞാൻ പറഞ്ഞു. ആദ്യം വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് എഴുതേണ്ടത്. വർക്ക് ഇൻ പ്രോഗ്രസ് വർക്ക് ഇൻ പ്രോഗ്രസ്സിന് 2 പോർഷനാണുള്ളത്. വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് 1,25,000 ആണ്. 1,25,000 1,25,000. ഇനി വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ട് 60,000. ഒക്കെ ഡയറക്റ്റ് തന്നിരിക്കുകയാണ്, അത് കാരണം കൊണ്ട് എളുപ്പമുണ്ട്. അപ്പോൾ 1,85,000 ഇതാണ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മെറ്റീരിയൽ റിട്ടേൺഡ് ടു സ്റ്റോർ പോലെയുള്ള ഐറ്റംസ് എഴുതണം. റിട്ടേൺഡ് ടു സ്റ്റോർ, മെറ്റീരിയൽസ് റിട്ടേൺ ടു സ്റ്റോർ 5,000 5,000. അതുപോലെ തന്നെ മെറ്റീരിയൽസ് അറ്റ് സൈറ്റ് മെറ്റീരിയൽസ് അറ്റ് സൈറ്റ് 10,000. സൈറ്റിൽ ബാലൻസ് ഉള്ള മെറ്റീരിയൽസ് 10,000. Then plant at a site. Plant at a site 45,000. 45,000. വേറെ
ഒന്നും എഴുതാനില്ല. അപ്പോൾ രണ്ട് സൈഡും മതിയായിട്ടുള്ള സ്പേസ് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡും ഈക്വലായിട്ട് വരയ്ക്കുക. 1,85,000 + 5 1,90,000 + 10 2,45,000. ഇവിടെയാണ് കൂടുക എന്ന് വിചാരിക്കാം. Then 55 + 5 60 + 41 1,70,000 ആണ് ഇവിടെ വരുന്നത്. 1,70,000 എന്ന് പറയുമ്പോൾ 30 + 45 75,000. ഈ 75,000 എന്ന് പറയുന്നതാണ് നോഷണൽ പ്രോഫിറ്റ്. അപ്പോൾ അതിനെ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയാൻ കാരണം എന്താ? ഇത് റിയൽ പ്രോഫിറ്റ് അല്ല, അതുകൊണ്ട് തന്നെ നോഷണൽ പ്രോഫിറ്റ് ക്യാരി ഡൗൺ. ഇനി ഇതിൻ്റെ താഴേക്ക് ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നൊരു പോർഷൻ ഉണ്ട്. താഴേക്ക് എന്ത് ചെയ്യും? ഇതാണ് ശരിക്കും ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ബൈ നോഷണൽ പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ എത്രയാണ്? 75,000. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിൽ നിന്ന് പ്രോഫിറ്റിലേക്ക് മാറ്റുന്ന ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കണം? അത് ഇവിടെ എഴുതണം. ടു P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? നോഷണൽ പ്രോഫിറ്റ് എത്രയാ? 75,000. ഇവിടെ സ്പേസിൽ താഴെ എഴുതാം നമുക്ക്. 75,000 ആണ് നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഇൻറ്റു, ഇനി ഏത് റേഷ്യോയിലേക്ക്? 1/3 മാത്രം എടുത്താൽ പോരാ, ഇതിൻ്റെ 1/3 മാത്രം എടുത്താൽ പോരാ, അതിനെ ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എന്നുള്ള റേഷ്യോയിലേക്ക് അതിനെ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് റിസീവ്ഡ് എത്രയാണെന്ന് നോക്കുക. ക്യാഷ് റിസീവ്ഡ് 1 lakh ആണ്. വർക്ക് സർട്ടിഫൈഡ് എത്രയാണ്? 1,25,000 ആണ്. കിട്ടുന്ന ആൻസർ 20,000. ഇനി ബാലൻസ് ചെയ്യുക എന്നുള്ളതല്ല, ബാലൻസ് ഈ 75,000-ൽ 20,000 P&L അക്കൗണ്ടിലേക്ക് മാറ്റാൻ പാടുള്ളൂ. ബാക്കിയുള്ള എമൗണ്ട് എന്തിലേക്ക് മാറ്റണം? റിസർവിലേക്ക് മാറ്റണം, വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് മാറ്റണം. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ അത് റിസർവാണ്. അപ്പോൾ എത്രയായി? ഇവിടെ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 55,000 ടു വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്. ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അറിയാൻ വേണ്ടി റിസർവ് എന്ന് എഴുതി വയ്ക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞു. ഈ കോൺട്രാക്റ്റ് അക്കൗണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇതുവരെയുള്ള പോർഷൻ ഒരു നോർമൽ പോർഷനാണ്. ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു? എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്തു, പ്ലാൻ്റെ ഫുൾ വാല്യൂവിൽ ഡെബിറ്റ് ചെയ്തു. ഇപ്പുറത്തെ സൈഡിൽ ഇതൊരു ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം ഇങ്ങനൊരു പ്രോസസ്സ് ഉണ്ട്. ബൈ വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ 2 ആയിട്ടാണ് വരുന്നത്, വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും. അത് കൂട്ടി എഴുതുന്നതാണ് പതിവ്, അങ്ങനെ തന്നെ കൂട്ടി എഴുതി. പിന്നെ നമ്മൾ പതിവ് പോലെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മെറ്റീരിയൽസ് റിട്ടേൺ ചെയ്തത്, മെറ്റീരിയൽസ് സൈറ്റിൽ ബാക്കിയുള്ളത്, പ്ലാന്റ് സൈറ്റിൽ ബാക്കിയുള്ളതൊക്കെ എഴുതി. എന്നിട്ട് ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. പ്രോഫിറ്റ് കിട്ടിയപ്പോൾ ആ പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു, നേരത്തെ തന്നെ പറഞ്ഞത് 1/4 മുകളിലുള്ളതാണ്. അപ്പോൾ കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? 2 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് കുറച്ച് പ്രോഫിറ്റിലേക്കും കുറച്ച് റിസർവിലേക്കും മാറ്റി വയ്ക്കണം. അപ്പോൾ ആ പ്രോഫിറ്റിനെ നമ്മൾ നോഷണൽ പ്രോഫിറ്റ് എന്നുള്ള പേര് കൊടുത്തു. കാരണം ഇത് റിയൽ പ്രോഫിറ്റ് അല്ല. അത് ഡിവിഷൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ താഴേക്ക് അടുത്ത അക്കൗണ്ടിൽ അതിൻ്റെ എക്സ്റ്റൻഷനിലേക്ക് നമ്മളത് ബ്രോഡ് ഡൗൺ ചെയ്തു. ബൈ നോഷണൽ പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ 75,000. ഇനി എന്ത് ചെയ്യണം? ഇതിനൊരു ക്രൈറ്റീരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഈ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൽ എന്താണ് ക്രൈറ്റീരിയൻ? ഇഫ് ദ കംപ്ലീറ്റ് അല്ലെങ്കിൽ എന്താണ് വർക്ക് സർട്ടിഫൈഡ് ഈസ് എന്താണ് 1/4 ഓർ അല്ലെങ്കിൽ എബോവ് 1/4 ആൻഡ് ബിലോ ഹാഫ്, then 1/3 of the amount or notional profit reduced to the ratio of cash received and work certified is transferred to P&L account and the balance is transferred to reserve അല്ലെങ്കിൽ work in progress account. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്.
നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എന്നുള്ള റേഷ്യോ ആണിത്. ആ റേഷ്യോയിലേക്ക് അതിനെ ചുരുക്കി. എന്നിട്ട് എന്ത് ചെയ്തു? 20,000 രൂപയാണ് P&L അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്. ബാക്കിയുള്ള 55,000 രൂപ എവിടേക്ക് മാറ്റുന്നു? അത് റിസർവ് ആണ്, അത് വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് മാറ്റി. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് കോൺട്രാക്റ്റിയുടെ അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ എന്താണ് ഇതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺട്രാക്റ്റിയുടെ അക്കൗണ്ട് വേണം, വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് വേണം, ബാലൻസ് ഷീറ്റിൽ എങ്ങനെ വരുന്നു എന്നുള്ളതും നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി വൈഡാണ്. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ നമുക്ക് കോൺട്രാക്റ്റിയുടെയും അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടും എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ബോർഡ് ക്ലീൻ ചെയ്തിട്ട് അത് വരയ്ക്കാം. അപ്പോൾ ഇതിൽ ആദ്യം കോൺട്രാക്റ്റീസ് അക്കൗണ്ടാണ് വരച്ചിട്ടുള്ളത്. കോൺട്രാക്റ്റീസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺട്രാക്റ്റിയുടെ അക്കൗണ്ടിൽ 1 lakh റുപ്പീസാണ് ക്യാഷ് കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ കോൺട്രാക്റ്റിയുടെ കയ്യിൽ നിന്ന് ആകെയുള്ളൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ക്യാഷ് കിട്ടിയിട്ടുണ്ട്, ബൈ ക്യാഷ് 1 lakh. വേറൊരു ഇൻഫർമേഷനും ഇല്ല. അപ്പോൾ ഈ വർഷം അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് ബാലൻസ് ചെയ്യുന്നു. വേറെ ഇൻഫർമേഷനൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് രണ്ട് സൈഡും ഈക്വലായിട്ട് വരയ്ക്കുക, ഡബിൾ ലൈൻ ചെയ്യുക, ഇവിടെ ടോട്ടൽ എഴുതുക, അതന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക, ബാലൻസിങ് ഫിഗർ ഇവിടെ കൊടുക്കുക, ടു ബാലൻസ് ക്യാരി ഡൗൺ. അത് തന്നെ അടുത്ത വർഷം നെക്സ്റ്റ് ഇയറിൽ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 1 lakh. അതിൻ്റെ അർത്ഥം എന്താ? കോൺട്രാക്റ്റിയുടെ കയ്യിൽ നിന്ന് നമുക്ക് 1,00,000 രൂപ കിട്ടിയിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളൂ. വേറൊരു ഡീറ്റെയിൽസും അതിലില്ല. അത്ര തന്നെ എഴുതി കഴിഞ്ഞാൽ ആ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇൻകംപ്ലീറ്റഡിലെ കോൺട്രാക്റ്റീസ് അക്കൗണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടാണ്. വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൽ ആദ്യം തന്നെ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ആദ്യം എക്സ്പെൻസസ് ഒക്കെ ഡെബിറ്റ് ചെയ്യുന്നു. പിന്നെ മെറ്റീരിയൽ റിട്ടേൺഡും മെറ്റീരിയൽ അറ്റ് സൈറ്റൊക്കെ എഴുതുന്നതിന് മുൻപ് ആദ്യം തന്നെ നമ്മൾ എഴുതുന്നത് ബൈ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നാണ്. ആ വർക്ക് ഇൻ പ്രോഗ്രസ്സിലെ 2 ഐറ്റംസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് വർക്ക് സർട്ടിഫൈഡും മറ്റൊന്ന് വർക്ക് അൺസർട്ടിഫൈഡും. അപ്പോൾ ഇവിടെ അതാണ് ആദ്യം പോസ്റ്റ് ചെയ്യേണ്ടത്. 2 അവിടെ ബൈ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് എന്ന് എഴുതുമ്പോൾ ഇവിടെ ബൈ എന്താണ് 2 എന്താണ് ടു കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് അതന്നെ അവിടെ എഴുതി തന്നെ വർക്ക് സർട്ടിഫൈഡ് ആ എമൗണ്ട് നോക്കിയിട്ട് എടുത്ത് എഴുതുക 1,25,000. വർക്ക് അൺസർട്ടിഫൈഡ് 1,85,000. ഇനി നമ്മൾ ഏറ്റവും അവസാനം റിസർവിലേക്ക് ഒരു എമൗണ്ട് മാറ്റുന്നുണ്ട്. 55,000 റിസർവിലേക്ക്. അതായത് 75,000 ആണ് നോഷണൽ പ്രോഫിറ്റ്. അതിൽ 55,000 വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ റിസർവ് എന്ന് പറഞ്ഞ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എഴുതുക ബൈ കോൺട്രാക്റ്റ് അക്കൗണ്ട്. ബൈ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ എന്താണ് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എന്ത് എഴുതാം? റിസർവ് എന്ന് എഴുതാം. എമൗണ്ട് 55,000. വേറൊന്നും എഴുതാനില്ല. അപ്പോൾ എന്ത് ചെയ്യുക? അത് ഒരു ലൈൻ ഇറക്കി വരച്ച് ബാലൻസ് ചെയ്യാം. 1,85,000
അതിന് ഇവിടത്തേക്ക് കൊടുക്കുക 1,85,000. 55 കഴിഞ്ഞാൽ അവിടെ 1,30,000 ബാക്കി ഉണ്ടാവും. അതിനെ ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത് അടുത്ത വർഷത്തേക്ക് ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 1,30,000. അപ്പോൾ റിസർവ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ റിസർവായിട്ട് എത്രയുണ്ട്? നമ്മുടെ കയ്യിൽ വർക്കിംഗ് പ്രോഗ്രസ് ബാലൻസ് എന്ന് പറയുന്നത് 1,30,000 റുപ്പീസ് ഉണ്ട്. അത് നമ്മുടെ കോൺട്രാക്ടറുടെ വർക്കിംഗ് പ്രോഗ്രസ് ആണ് പറയുന്നത്. ബാലൻസ് 1,30,000 ഒരു സെക്യൂർഡ് ബാലൻസ് ആയിട്ടുണ്ട് എന്നുള്ള മീനിങ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ഇനി ബാലൻസ് ഷീറ്റിൽ ഇതെങ്ങനെ അപ്പിയർ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ ഇത് ഈ വർക്ക് ഇൻ പ്രോഗ്രസ് ഒക്കെ അപ്പിയർ ചെയ്യുന്നത്? അതിന് പ്രത്യേകിച്ചൊരു മെത്തേഡ് തന്നെയുണ്ട്. അത് എങ്ങനെ കാണിക്കണം എന്നുള്ളത് നേരത്തെ തിയറി എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അത് കുട്ടികൾക്ക് അത്ര കണ്ട് എഫക്റ്റീവ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ ഇത് വരിക? ബാലൻസ് ഷീറ്റിൽ വരിക എന്ന് പറയുമ്പോൾ ഇത് ഒരു കംപ്ലീറ്റ് ബാലൻസ് ഷീറ്റ് ഒന്നും വരയ്ക്കാൻ പറ്റില്ല. ഒരു ഇൻകംപ്ലീറ്റ് ബാലൻസ് ഷീറ്റ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ അവിടെ അസറ്റ് സൈഡിൽ വരുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് അതിലേക്ക് പോവാം. ഇവിടെ ബാലൻസ് ഷീറ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. ലയബിലിറ്റീസ് ഈ സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, അസറ്റ്സ് റൈറ്റ് ഹാൻഡ് സൈഡിൽ. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ആദ്യം നമ്മുടെ അസറ്റുകളൊക്കെ ഉള്ളത് എഴുതാം. അസറ്റ് എഴുതുമ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഐറ്റംസ്, മെറ്റീരിയൽസ്, പ്ലാന്റ്, അറ്റ് സൈറ്റൊക്കെ എഴുതാം. നമ്മുടെ സൈറ്റിലുള്ള മെറ്റീരിയൽസ് ക്ലോസിംഗ് ബാലൻസ് ആണ് പറയുന്നത്. എൻഡിൽ ഉള്ളത് 10,000. പ്ലാന്റ് അറ്റ് സൈറ്റ് സൈറ്റ് എന്ന് പറയുന്നത് 45,000. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് കോൺട്രാക്ടറുടെ ബാലൻസ് ഷീറ്റാണ്. അവിടെ നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ 2 ഐറ്റമാണ് വരിക എന്ന് ഞാൻ പറഞ്ഞു. അത് കൂട്ടി അവിടെ തന്നെ ഇടുക. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ്, വർക്ക് സർട്ടിഫൈഡിൻ്റെ എമൗണ്ട് 1,25,000 ആണ്. ഇനി വർക്ക് അൺസർട്ടിഫൈഡ്, വർക്ക് അൺസർട്ടിഫൈഡിൻ്റെ എമൗണ്ട് 60,000 ആണ്. നേരത്തെ കിട്ടിയിട്ടുള്ള എമൗണ്ട് നമുക്ക് പരിചയമുള്ള എമൗണ്ടാണ് 1,85,000. ഇനി ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾ പ്രത്യേകിച്ച് ഓർമ്മ വയ്ക്കുക തന്നെ വേണം. അല്ലാതെ നമ്മൾ മറക്കും. അല്ലെങ്കിൽ ഇതിൽ നിന്ന് റിസർവ് നമ്മൾ കുറയ്ക്കണം. ലെസ് റിസർവ്. റിസർവ് എത്രയാണ്? 55,000 ആണ്. റിസർവ് കുറയ്ക്കുമ്പോൾ നമുക്ക് 1,30,000 കിട്ടും. ഇതാണ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൽ നമുക്ക് ബാലൻസ് വന്നിട്ടുള്ളത്. ഇതിന് തൊട്ട് മുമ്പ് വരച്ചിട്ടുള്ള ബാലൻസ് ഷീറ്റിന് തൊട്ട് മുമ്പ് വരച്ചിട്ടുള്ള വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ 1,30,000 രൂപയുടെയാണ് എന്ത് വന്നിട്ടുള്ളത്? വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ബാലൻസ് നിൽക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ക്യാഷ് റിസീവ്ഡ് ഫ്രം കോൺട്രാക്റ്റി. ലെസ് ക്യാഷ് റിസീവ്ഡ് എന്ന് എഴുതിയാൽ മതി. ലെസ് ക്യാഷ്
റിസീവ്ഡ് ഫ്രം കോൺട്രാക്റ്റി എത്രയാണ്? 1 ലക്ഷമാണ്. 1 ലക്ഷം രൂപ. അണ്ടർലൈൻ ചെയ്യാം. 30,000 റുപ്പീസാണ് ഇതിൽ നമുക്ക് അസറ്റിലേക്ക് എടുക്കാനുള്ളത്. അപ്പം ഇതൊരു നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് മിക്ക ക്വസ്റ്റ്യനിലും ബാലൻസ് ഷീറ്റിലെ വർക്ക് ഇൻ പ്രോഗ്രസ് എങ്ങനെ വരുന്നു എന്നുള്ളൊരു ചോദ്യം മിക്കവാറും പ്രോബ്ലത്തിൽ വരാറുണ്ട്. ഇതുകൂടി പഠിച്ചാലാണ് നമ്മുടെ കോൺട്രാക്റ്റ് അക്കൗണ്ട് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഭാഗമാണ് വർക്ക് സർട്ടിഫൈഡ്, വർക്ക് അൺസർട്ടിഫൈഡ്. 1,85,000 നമുക്ക് പെട്ടെന്ന് കിട്ടും. അതിൽ നിന്ന് റിസർവ് കുറയ്ക്കണം എന്നുള്ളത് ആ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് വരച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് റിസർവ് 55,000 റിസർവ് കുറയ്ക്കാം. അപ്പോൾ കിട്ടുന്ന ബാലൻസ് എന്ന് പറയുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൻ്റെ ബാലൻസാണ്. അപ്പോൾ 1,30,000 രൂപയുടെ ആണ് വർക്ക് കഴിഞ്ഞതായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് വർക്ക് കഴിഞ്ഞു എന്ന് വിചാരിക്കാൻ പറ്റുന്നത് 1,30,000 രൂപയുടെയാണ്. അതിൽ നിന്ന് 1 lakh റുപ്പീസ് നമുക്ക് ക്യാഷ് കിട്ടി. 1,30,000 വർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞു, 100% കംപ്ലീറ്റ് ആണ്. അതിൽ 1 lakh റുപ്പീസ് ക്യാഷ് നമുക്ക് റിസീവ് ചെയ്തു. ദെൻ 30,000 റുപ്പീസാണ് എന്തായിട്ടുള്ളത്? അസറ്റായിട്ടുള്ളത്, ഇനി പൈസ കിട്ടാനുള്ള ഒരു എമൗണ്ട് ആയിട്ടുള്ളത്. അപ്പം ഇത് ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ്. ഇൻകംപ്ലീറ്റ് ആണ്. ഇതിൻ്റെ ലയബിലിറ്റി സൈഡ് ഒന്നും തന്നെ എഴുതിയിട്ടില്ല നമ്മൾ. ഇനിയിപ്പോൾ പല ഐറ്റത്തിലും ലയബിലിറ്റി സൈഡ് ഏതെങ്കിലും ഒരു എക്സസ് ഒരു ഐറ്റം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേജസ് അൺപെയ്ഡ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ വേണമെങ്കിൽ എഴുതാം, അത്രയേ ഉള്ളൂ. ലയബിലിറ്റി സൈഡിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. മെറ്റീരിയൽ സെറ്റ് സൈറ്റിനും പ്ലാന്റിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും അത്തരം സോ കോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ ബാലൻസ് ഷീറ്റിൽ വരാവുന്ന ഐറ്റംസ് വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് എഴുതാം. അത് എഴുതുന്നത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ എങ്കിലും എന്താണ്, ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും കുട്ടികളുടെ ശ്രദ്ധയിൽ വരുന്നത്. ഇതൊക്കെ എഴുതണം കേട്ടോ, എഴുതണ്ടെന്നില്ല. എങ്കിലും ഈ ഒരു ഭാഗം വളരെ നന്നായിട്ട് കുട്ടികൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കേണ്ടി വേണം. അല്ലെങ്കിൽ അത് മറക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും എഴുതുന്ന ഐറ്റംസ് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും, മറക്കാനുള്ള ഒരു സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ റൂൾ ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് അതാണ് ആദ്യം നോക്കേണ്ടത്. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് എന്താണ്? കോൺട്രാക്റ്റ് പ്രൈസിൻ്റെ എന്താണ്, ഏതൊക്കെ കണ്ടീഷനാണ്? ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ബിലോ 1/4 ആണോ? രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? എബോവ് 1/4 ബട്ട് ബിലോ ഹാഫ് ആണോ? 3 എബോവ് ഹാഫ് ആണോ? 4 ഓൾമോസ്റ്റ് അല്ലെങ്കിൽ എന്താണ്? നിയർ ടു കംപ്ലീഷൻ സ്റ്റേജ്. അങ്ങനെ എഴുതാം. നിയർ ടു കംപ്ലീഷൻ സ്റ്റേജ്. 5 ലോസ്. ഇത് നോക്കിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ആ പ്രോബ്ലം നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത്. ബിലോ 1/4 ആണെങ്കിൽ എന്താണ്? നോ എമൗണ്ട് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. ഒരു എമൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഇല്ല. നോ എമൗണ്ട് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. 1/4 കൂടുതലും ഹാഫിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ്, CR എന്ന് പറയുന്നത് ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഇനി എബോവ് ഹാഫ് ആണെങ്കിൽ NP
ഇൻറ്റു 1/3 പകരം 2/3, ബാക്കിയൊന്നും വ്യത്യാസമില്ല. ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. നിയർ ടു കംപ്ലീഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് പ്ലസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ഇതെവിടെ നിന്ന് കുറയ്ക്കുക? കോൺട്രാക്ട് പ്രൈസിൽ നിന്ന് കുറയ്ക്കുക. ദെൻ എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കിട്ടും. അത് വെച്ച് നമ്മൾ എന്ത് കാണുക? അത് വെച്ച് കാണുന്ന പ്രോഫിറ്റിനെ നമ്മൾ ക്യാഷ് വർക്ക് സർട്ടിഫൈഡ് ആൻഡ് കോൺട്രാക്ട് പ്രൈസ് എന്നുള്ള റേഷ്യോയിലേക്ക് ചുരുക്കുക. ഇനി ലോസ് ആണെങ്കിൽ ഫുൾ എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു P&L അക്കൗണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റ് പോലെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റ് ഏറെക്കുറെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇനി നമുക്ക് എബോവ് ഹാഫ് എന്നുള്ള ഒരു പോർഷനിലേക്ക് പോകണം. പിന്നെ നിയർ ടു കംപ്ലീഷൻ പോകണം, ലോസിലേക്ക് പോകണം. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ടോപ്പിക്ക് എടുത്തു കഴിയും കേട്ടോ. എന്തായാലും ഞാൻ ഈ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ശ്രദ്ധിച്ച് വായിക്കുക, ശ്രദ്ധിച്ച് ക്ലാസ് കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു വെരി മച്ച്.